pattern of electric field lines when a point charge plus q is kept near an uncharged conducting plate. ട്രൈ ചെയ്തു ഒരു ക്വസ്റ്റ്യൻ തരും, ഒരു 2 മിനിറ്റ് ചെയ്യാൻ സമയം തരും. 2 മിനിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, അപ്പോൾ അതിൻ്റെ ആൻസർ പറയാം. അറിയത്തില്ല പറയണേ, സമയം കളയിൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയാം. ഏതെല്ലാം അറിയാമോ? അറിയാം. So when you put it near an uncharged conducting plate means it's neutral, right? I didn't get you. Clear ആവുന്നില്ല. No, uncharged conducting plate means it's neutral, right? Both positive and negative Yes. charge. Neutral. So when you put a positive charge near it, all the negative charge gets is all together to the positive charge near the positive charge, and the positive charges in the plate gets repelled. Is that how it is? അതായത് അതിനകത്ത് അലൈൻ ചെയ്യും. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് അല്ല, നമ്മൾ ഒരു ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവം പഠിപ്പിച്ചില്ലായിരുന്നു. Yes, sir. You put you connect it to the ground. Yeah. That's like that. Not exactly like that. The frame is like that. Yes, sir. Engineering അറിയാമോ? Sir. Okay. So like one side is positive charge, which is like one side is negative charge, which is near the point charge plus Q, and the other side is positive charge, right? Is that how it is? One
side is negative charge and other side is positive charge. Yeah. Yes. സർ അപ്പം നമ്മൾ ആ നെഗറ്റീവിന്ന് പോസിറ്റീവിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കണം. ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ്. വരച്ച് കാണിക്കാം. ഡേബ്രിയയ്ക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഓക്കെ, നോക്കിയോ. നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് ക്യൂ ചാർജ് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതൊരു അൺചാർജ്ഡ് ആണ്. അൺചാർജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അൺചാർജ് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. അൺചാർജ് എന്ന് പറയുമ്പം അതായത് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് ക്യൂ ചാർജ് അതിനടുത്ത് കൊണ്ട് നോക്കുമ്പോൾ ഇതിനകത്തുള്ള നെഗറ്റീവ് ചാർജ് എല്ലാം ഈ സൈഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും പോസിറ്റീവ് ചാർജ് എല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിപ്പൽ ചെയ്യപ്പെടുകയും ചെയ്യും. നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങോട്ടായിരിക്കും? പുറത്തേക്കായിരിക്കും, അല്ലേ? പുറത്തേക്കായിരിക്കും. അപ്പം വേണ്ട ഇങ്ങനെ അതായത് ഇങ്ങനെ ഇവിടെ വേണമെങ്കിൽ നോർമൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ നോക്കും. ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് വേണ്ട ഇങ്ങനെ, ഇവിടെ നിന്ന് വേണ്ട ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ, എന്നിട്ട് വേണ്ട ഇത് ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നിന്ന് നോർമലി നേരെ തന്നെ ഇങ്ങനെ കൊടുത്താൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? മനസ്സിലായോ? ഡെബ്രിയയ്ക്ക് മനസ്സിലായോ? യെസ് സർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇങ്ങനെയാണോ ഏബലൊക്കെ ചെയ്തത്? ഏബലും ഏഞ്ചലീനെ? യെസ് സർ. ബട്ട് എൻ്റെ ആരോസ് മാറിപ്പോയി. ലൈക്ക് ഞാൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആരോസ് ആയിട്ട്. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവിലോട്ടല്ലേ? ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. വൈ ഡു the electrostatic field lines not form closed loop. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോ. അതായത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ സമയം കളയുന്നില്ല. പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഇതായിരിക്കുമല്ലോ നമ്മുടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കാണിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് വരുന്നു. ഇവിടെയും പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലോട്ട്, പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലേക്ക്. എങ്ങനെ പോയാലും പ്ലസ് ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മൈനസ് ക്യൂവിൽ എന്ത് ചെയ്യണം? അത് എൻഡ് ചെയ്യണം, അല്ലേ? നേരെ മറിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ അങ്ങനെയല്ല. ഒരു
നോർത്ത് പോൾ സൗത്ത് പോൾ ഉള്ള ഒരു മാഗ്നറ്റ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ മാഗ്നറ്റ് നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ എൻഡ് ചെയ്യുവാണെങ്കിലും ഇന്റേണലി ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. സോറി, സൗത്ത് പോളിൽ നോർത്ത് പോളാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിങ്ങനെ പോകുന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൺസർവേറ്റീവ് നേച്ചറാണ്. അതായത് കൺസർവേറ്റീവ് ഇൻ നേച്ചറാണ് ഇവിടെ. കൺസർവേറ്റീവ്, അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് നിങ്ങൾക്ക് കൺസെപ്റ്റ് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. കൺസർവേറ്റീവ് ഇൻ നേച്ചറാണ്. ഇത് നോൺ കൺസർവേറ്റീവ് ആണ്. നോൺ കൺസർവേറ്റീവ് ഇൻ നേച്ചറാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവരെന്തുകൊണ്ട് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ മാജിക്ക് വേറെ ഒന്നുമില്ല. അതിൻ്റെ ആൻസർ വേണം എഴുതി എടുത്തോളൂ. ഇതാണ്, അതായത് ഇലക്ട്രിക് because they originate from positive charge, originate from positive charge and terminate at negative charge, reflecting the conservative nature of electric field, unlike magnetic field lines, magnetic field lines which form closed loop. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഒരു ന്യൂമറിക്കൽ തരാം. ഡേബ്രി ഓക്കെ ആണോ? Yes, sir. ഓക്കെ. ഇത് ഇച്ചിരി ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ആലോചിക്കാൻ ഒരു 3 മിനിറ്റ് സമയം തരാം. അത് ആലോചിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല, എന്നാലും ഞാനങ്ങ് തരാം. ഗിവൺ എ യൂണിഫോം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നേ നമ്മുടെ. ഗിവൺ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് vector E is equal to 5 into 10 raised to 3 I cap. അത്രയും ന്യൂട്ടൺ പെർ കൂളംബ് ആണ്. ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് ദിസ് ഫീൽഡ് ത്രൂ a square of 10 centimeter on a side whose plane is parallel to the YZ plane. What would be the flux through the same square if the plane makes an angle 30 degree with the x-axis.
ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. കൃത്യം ആലോചിച്ച് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി മാത്രം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ കിട്ടത്തില്ല, നോർമൽ രീതിയിൽ തിങ്ക് ചെയ്താൽ കിട്ടത്തില്ല. ഇച്ചിരി സമയം എടുത്ത് കൃത്യമായിട്ട് ആലോചിച്ചത് ചെയ്യാം. അത് നിങ്ങൾ ഇങ്ങനെ എന്താണ്, നമുക്കറിയാമല്ലോ ഐ ക്യാപ്പ് എന്ന് തന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാനത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം തരാം. അതായത് നമ്മളിപ്പോൾ ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് വെച്ചിട്ടായിരിക്കും. അതായത് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ പോകുന്ന വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐ ക്യാപ്പ്, വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിൽ പോകുന്ന വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജെ ക്യാപ്പ്, ഇസഡ് ആക്സിസിൻ്റെ ഡയറക്ഷനിൽ പോകുന്ന വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ ക്യാപ്പ് എന്നാണ്. ഒന്ന് ട്രൈ ചെയ്തേ. So do we use the area of the square somehow, uh, like by മനസ്സിലായില്ല പറഞ്ഞു. so do we use the area of the square for this equation? Yeah, we can use. We need to calculate flux, right? Yeah, yes sir. ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇ ഡി എസ് കോസ് തീറ്റ എന്നല്ലേ. Right, yeah, yes sir. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയാണെന്ന് എനിക്കറിയില്ല. അത് കൃത്യമായിട്ടൊന്ന് ഒന്ന് വരച്ച് ഒക്കെ ഒന്ന് ചെയ്യേണ്ടി വരും, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. Yes sir. ട്രൈ, അതിന്റെ ആൻസർ ഞാൻ പറയാം.
ഏഞ്ചലീന കത്തിയോ സംഭവം? സർഫസ് ഏരിയ വരെ കണ്ടുപിടിച്ചു, പിന്നെ ദാറ്റ് ആംഗിൾ മേക്സ് 30 ഡിഗ്രി അതൊന്നും മനസ്സിലായില്ല. ഡേബ്രിയയുടെ അവസ്ഥ എന്താ? ഹലോ ഡേബ്രിയ. So I didn't get it. ഓക്കെ ഓക്കെ ഫൈൻ. നമുക്കൊന്ന് നോക്കാം, നോക്കിക്കോളൂ, എക്സ്പ്ലെയിൻ ചെയ്യാം. So, is it 25 root 3? Not sure. Which one? First, Yeah, flux. After substituting. No, I substituted the value 5 into 10 raised to 3 into 10 raised to minus 2 cos 13, and I got 5 root of I got 5 root 3 by 2 into 10. Let me check one minute. Answer is 25 Newton meter square per coulomb. So I got 25 root 3 into root 3. No, it's 25. Oh, sorry, my cos cos 30 is 1 by 2. Right? Is it 1 by 2? No, അതാണ് cos 30 കൊടുത്തിട്ട് ചെയ്തുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കൃത്യമായിട്ട് നോക്കണം. നമുക്ക് നോക്കിയോ, ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇയുടെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പം ഇവിടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് ഇങ്ങനെ തന്നെയാണ് 3 ഡയമെൻഷനിലായിട്ട് കണക്കാക്കണം. ഓക്കെ, അപ്പം ഈ ഡയറക്ഷനിലാണ് ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ് ഒരു സ്ക്വയർ ഒരു പ്ലെയിൻ സർഫസ്, ഒരു സ്ക്വയർ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അറ്റം 10 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ആ സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇനി എക്സ് വൈ പ്ലെയിനാണ്, ഇതാണ് നമ്മുടെ ഇതാണ് വൈ, ഇതാണ് ഇസഡ്. വൈ ഇസഡ് പ്ലെയിനിലാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. വൈ ഇസഡ് പ്ലെയിന് പാരലായിട്ട് ഒരു സ്ക്വയർ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ആ സ്ക്വയർ വേണ്ട ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അർത്ഥം. വേണ്ട ആ സ്ക്വയർ വേണ്ട ഇങ്ങനെ 3 ഡയമെൻഷനിലായിട്ട് കണ്ടോണം. ആ സ്ക്വയർ വേണ്ട ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അർത്ഥം ആണോ? ജസ്റ്റ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ, ശ്രദ്ധിച്ചോണം. ഓക്കെ ആണോ ഡേബ്രിയ? മനസ്സിലായോ? എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഏതാണ്? എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ്. ഇതിന് പാരലായിട്ട് ഒരു സ്ക്വയർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് പാരലായിട്ട് ഒരു സ്ക്വയർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഇവിടെ ആ സ്ക്വയറിൻ്റെ ബേസ് വരുന്നു, ഇവിടെ ആ സ്ക്വയറിൻ്റെ ഹൈറ്റ്, ഇവിടെ ആ സ്ക്വയറിൻ്റെ വീണ്ടും ആ ടോപ്പ് ഭാഗം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നല്ലേ അർത്ഥം? പാരലായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നു എന്നല്ലേ അർത്ഥം? ആണോ ഡേബ്രിയ? ഓക്കെ, അപ്പം ഇതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ശരിയല്ലേ? അതായത് ഇതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഒരു സർഫസ് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടോ ആയിരിക്കും, പെർപെൻഡിക്കുലർ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പോകുന്ന ഡയറക്ഷൻ തന്നെ എടുക്കാം. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏരിയ കണ്ടുപിടിക്കണം, ഇല്ലേ? കാരണം ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലക്സ് ഈസിക്കൽ ടു ഫ്ലക്സ് ഫൈ ഈസിക്കൽ ടു എന്താണ്? ഇ എസ് കോസ് തീറ്റയാണ്. ആദ്യത്തെ കേസിൽ പാരലായിട്ടിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ഫൈ ഈസിക്വൽ ടു ഫസ്റ്റ് കേസിൽ അവർ പറഞ്ഞിരിക്കുന്നത് പാരലായിട്ടിരിക്കുന്നതാണ്. അപ്പം ഇ എസ് എന്താണ്? തീറ്റ എന്തായിരിക്കും? പാരലായിട്ടിരിക്കുമ്പോൾ ഏരിയ വെക്ടറും ഈ ഡയറക്ഷനിലാണ്, ഇലക്ട്രിക് ഫീൽഡും ഈ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? രണ്ടിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ തീറ്റ ഈസിക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് 0 വരും. അപ്പോൾ ഫൈ ഈസിക്വൽ ടു ഇ എസ് ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ ഫൈ ഈസിക്വൽ ടു ഇ ഇൻറ്റു എസ്. അപ്പം എസ് കണ്ടുപിടിക്കണം. അപ്പം എസ് കണ്ടുപിടിക്കാൻ വേണ്ടി എസ് എത്ര തന്നിരിക്കുന്നത് നമുക്ക്? ഓക്കെ, അപ്പം സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്ര തന്നിരിക്കുന്നത്?
സൈഡ് തന്നിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പം 10 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് 0.1 മീറ്ററും ഇവിടെയും 0.1 മീറ്ററും വരും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എസ് കണ്ടുപിടിക്കണത് എന്താ? എസ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ താഴോട്ട് എഴുതാം കേട്ടോ. അതായത് ഇവിടോട്ട് എഴുതാം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം ഞാൻ ആ സ്ക്വയർ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്ക്വയർ അല്ലേ? ഇതാണ് നമ്മുടെ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 0.1 അത്രയും മീറ്റർ. ഇതും 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 0.1 തന്നെ അത്രയും മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ, സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്താ? 0.1 ഇൻറ്റു 0.1. അപ്പോൾ നമുക്ക് എന്ത് വരും? 0.01 എന്ന് വരും. ആണോ? ഓക്കെ, അപ്പോൾ അത്രയും മീറ്റർ സ്ക്വയർ അതവിടെ നിൽക്കട്ടെ. ഇനിയും അത് ഏത് ഡയറക്ഷനിലാണ്? അതും ഏത് ഡയറക്ഷനിൽ തന്നെയാണ്? ഐ ക്യാപ്പ് തന്നെയാണ്. ആ ഡയറക്ഷൻ കൊടുക്കണം. കാരണം എന്ത് തന്നെയാണ്? കാരണം ഇതും ഡയറക്ഷൻ തന്നിട്ടുണ്ട് ഐ ക്യാപ്പ്. അപ്പോൾ ഇതും ഇങ്ങോട്ട് തന്നെയാണ്, അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് എഴുതി. ഇനി ഇയുടെ വാല്യൂ ഉണ്ട്, എസിൻ്റെ വാല്യൂ ഉണ്ട്. അത് രണ്ടും ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇങ്ങനെ കിട്ടും. 5 ഇയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 5 ഇൻറ്റു 10⁻³ ഇൻറ്റു ഐ ക്യാപ്പ് ഇൻറ്റു എന്താണ്? ഡോട്ട് പ്രോഡക്റ്റ് ആണല്ലോ. ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇൻറ്റു അല്ല, ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് എന്താണ്? 0.01 എന്താണ്? ഇൻറ്റു അല്ല, 0.01 ഐ ക്യാപ്പ് തന്നെ. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. കാരണം ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത് ഫൈനൽ നോക്കട്ടെ. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 50 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം എന്നാണ്. എങ്ങനെ ഇരിക്കുമ്പോഴുള്ള കേസാണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ പാരലായിട്ടിരിക്കുമ്പോഴുള്ള കേസാണ് പറഞ്ഞിരിക്കുന്നത്. XY പ്ലെയിനിന് പാരലായിട്ടിരിക്കുമ്പോൾ ഉള്ള കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായോ എന്ന് ആദ്യം പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ഏഞ്ചലീന ഓക്കെ ആണോ? Yes, sir. Okay. So I did everything right. I only put cos. No. You have to use cos in the second case. Here cos in first condition we can use theta as 0 because area vector എന്താണ്? Electric field ഒരേ direction. Both area vector and electric field are in same direction. ആണോ ഡെബ്രിയ? ഓക്കെ, ഡെബ്രിയയ്ക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലേ ഉണ്ടെന്ന് പറയാവൂ കേട്ടോ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. So I understood. I did it, but I didn't make centimeter into meter. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ഐ ക്യാപ്പ് നിങ്ങൾ ഇവിടെ ഇട്ട് കാണത്തില്ല, റൈറ്റ് അല്ലേ? ആണോ? അത് ഇടത്തില്ല. അപ്പം അത് ഇട്ടോ? ഏബലിട്ടായിരുന്നോ? ഓക്കെ. അപ്പം അത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. ഓക്കെ, അപ്പം ഇനി അടുത്ത അവരെന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് വുഡ് ബി ദ ഫ്ലക്സ് ത്രൂ ദ സെയിം സ്ക്വയർ ഇഫ് ദ പ്ലെയിൻ മേക്സ് ആംഗിൾ തീറ്റ വിത്ത് എക്സ് ആക്സിസ്. അപ്പോൾ അതൊന്ന് വരച്ചു നോക്കിയാലോ നമുക്ക്. അതായത് ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് ഇസഡ് ആക്സിസ് ആണ്. ഇത് നമ്മുടെ പ്ലെയിൻ എന്താ പറയുന്നത്? വാട്ട് വുഡ് ബി ദ ഫ്ലക്സ് ത്രൂ ദ സെയിം സ്ക്വയർ ഇഫ് ദ പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ എക്സ് ആക്സിസ്. 30 ഡിഗ്രി. ഓക്കെ, ഫൈൻ. അപ്പം എക്സ് ആക്സിസുമായിട്ട് 30 ഡിഗ്രി ആ പ്ലെയിൻ മേക്ക് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ഇരിക്കണം? ഇതുണ്ട്, അതിൻ്റെ ആ സർഫസ് തന്നെ ഇങ്ങനെ വരയ്ക്കുകയാണേ. അതിൻ്റെ ആ സർഫസ് നോക്കിയാൽ ഞാൻ 2 പടമായിട്ട് വരയ്ക്കാം. ഇവിടും ഇങ്ങോട്ട്, ഇവിടും തന്നെ ഇങ്ങോട്ട്. ഇത് 3 ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. 3 ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്യണം. കണ്ടോ? ഇതാണ് ആ സ്ക്വയർ സൈഡ് വ്യൂ ആണ് കേട്ടോ. അപ്പം ഇത് ഇപ്പം ഒരു 30 ഡിഗ്രി മേക്ക് ചെയ്തെന്ന് വിചാരിച്ചു. ഇച്ചിരി കുറച്ചുകൂടെ ചരിയണം. 30 ഡിഗ്രി ആകുമ്പോൾ കുറച്ചുകൂടെ ചരിയണം. രണ്ട് ഇങ്ങനെ 30 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ രണ്ട് ഇങ്ങനെ വരും സ്ക്വയർ. ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആയി വരച്ചിരിക്കുന്നത് കേട്ടോ. സൈഡിൽ നിന്നുള്ള വ്യൂ വരച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും സ്ക്വയർ ഇരിക്കുക.
ഓക്കെ, അപ്പോൾ നോക്കിയേ ഇത് 30 ഡിഗ്രി ആണ് മേക്ക് ചെയ്യുന്നത് ആണല്ലോ. നോക്കിയേ ഇപ്പം ഇതിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഏരിയ വെക്ടർ എങ്ങനെയാണെങ്കിലും അതിന് നോർമൽ ആയിട്ടായിരിക്കും. ഇതായിരിക്കും എസിൻ്റെ ഡയറക്ഷൻ അല്ലയോ. ഓക്കെ, ഇനി ഫ്ലക്സ് എങ്ങനെയാണ് പോകുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് അപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അപ്പോഴും ഇങ്ങനെയാണ് പോകുന്നത്. എങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണ്. ഈ പടമൊക്കെ എക്സ്ട്രാ നിങ്ങൾ വരച്ചിട്ട് വേണം കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ 30 ആംഗിൾ എടുത്തു. പക്ഷേ നമ്മൾ എന്താണ് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ES cos തീറ്റയാണ്. വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്താണ് E ആൻഡ് S ആണ്. മനസ്സിലായോ? അപ്പം എസിൻ്റെ ഈടെ നിങ്ങളെല്ലാം 30 എടുത്ത് ചെയ്യും. ബട്ട് ഹിയർ ദ ആംഗിൾ ഇത് മൊത്തം 90 ഡിഗ്രിയാണ്. അതിൽ 30 പോയി കഴിഞ്ഞാൽ ബാക്കി ഇത് എത്ര വരും? 60 ആയിരുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഏരിയ വെക്ടറിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ ഇവിടെ 60 ആണ്. സോ യു ഹാവ് ടു ടേക്ക് തീറ്റ ആസ് 60 ഇൻ സെക്കൻഡ് കേസ്. Everyone will use 30 degree to write this answer and they will got their answer wrong. ആണോ? ഏബൽ അങ്ങനെയല്ലേ ചെയ്തേ? ഓക്കെ, അപ്പം നോക്കിയോ. അപ്പം phi is equal to ES cos 60 എടുക്കാം. ഇനിയും phi is equal to ഈ ജനറൽ നമ്മുടെ ഇത് തന്നെ എന്താണ് 5 into 10 raised to എന്താണ് 3 i cap ആണ്. എന്താണ് ഏരിയം അത് തന്നെ ഡോട്ട് ആയതുകൊണ്ട് തന്നെ ഐ ക്യാപ്പ് ഇട്ടുകയിലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും നമുക്ക് ഈ പല ഐ ക്യാപ്പും ജെ ക്യാപ്പും ഒക്കെ വെച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് 0.01 ഐ ക്യാപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, ഐ ക്യാപ്പ് എന്ന് കൊടുത്തു. ഡോട്ടാണ്. പിന്നെന്താ കോസ് 60 ആണ്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് എടുക്കാം. അപ്പം 60 അല്ലേ. അപ്പോൾ അതിൻ്റെ പകുതി വരും. കോസ് 30 √3/2 ആണ്. കോസ് 60 1/2 ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതും 50 തന്നെ വരും. 50 × 1/2 എന്ന് വരും. 50 × 1/2 എന്ന് വരുമ്പോഴത്തേക്ക് എത്രയാണ്? 25 Nm²/കൂളംബ്. ഇതാണ് അതിൻ്റെ ആൻസർ. 25 അല്ലേ? 25 അല്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്? ആണോ കുഞ്ഞുങ്ങളെ? 25 അല്ലായിരുന്നു ഞാൻ പറഞ്ഞത്? യെസ് 25 ആണ്. ഐഡിയ കിട്ടുന്നുണ്ടോ? ഏഞ്ചലീന ഓക്കെ ആണോ? ആ പടമൊക്കെ കൃത്യം വരച്ച് വേണം ചെയ്യാനായിട്ട്. മനസ്സിലായോ? ഡേബ്രിയ രണ്ടാമത്തെ കേസ് മനസ്സിലായോ? Yes, sir. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. If dipole were kept in a uniform external electric field E naught എന്നാണ് തന്നിരിക്കുന്നത്. ഡയഗ്രമാറ്റിക്കലി represent the position of the dipole in stable and unstable equilibrium. And write the expression for torque acting on the dipole in both cases.
dipole in both case. അറിയാമോ നിങ്ങളെ? ഏബൽ? No, sir. നോ. അതേപോലെ തന്നെ ഡേബ്രിയ? No, sir. ഓക്കെ. ഏഞ്ചലീന? മനസ്സിലായില്ല സർ. ഓക്കെ, നോക്കിക്കോളൂ. അപ്പം ഈ ഒരു ഡൈപോൾ എന്താണെന്ന് നമുക്കറിയാം. അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചിരിക്കുവാന്ന് പറഞ്ഞ കാര്യവും നമുക്കറിയാം, നമ്മളത് പഠിച്ചാണ്. അപ്പം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ മൈൻഡിലോട്ട് വരേണ്ട കാര്യം എന്താണെന്നുള്ള കാര്യം ഓർത്തോണം. പ്ലസ് ക്യൂ മൈനസ് ക്യൂ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ, പ്ലസ് ക്യൂ മൈനസ് ക്യൂ. അപ്പം ഇത് തന്നെ ഇങ്ങനെ ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ്, ഇതാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതിനകത്തൊരു ഡൈപോള് വെച്ചിരിക്കുകയാണ്. ഡൈപോൾ അവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലും വെച്ചിരിക്കുന്ന കൺസെപ്റ്റാണ്. ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് ഒരു മൂവ്മെന്റും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. നോക്കിയേ, ഒരു ഡൈപോള് ഇതിനകത്ത് എങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂവ്മെന്റ് ഇല്ലാതിരിക്കുന്നത്? നോക്കിയോ, ഡൈപോളിനെ ഞാൻ പച്ചയായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡൈപോൾ. അപ്പോൾ ഡൈപോളിന്റെ ഇതാണ് നമ്മുടെ ഡൈപോൾ. ഒരു തിക്കായിട്ട് ഞാൻ ഇച്ചിരി വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഡൈപോൾ. അപ്പോൾ ഡൈപോളിന്റെ ഈ സൈഡിൽ നെഗറ്റീവ് ചാർജും ഈ സൈഡിൽ പോസിറ്റീവ് ചാർജും വന്നാലല്ലേ ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്തിരിക്കും. പിന്നെ ഇവിടെ മൂവ്മെന്റ് ഇല്ല. ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. അപ്പം നിങ്ങളത് റെപ്രസെന്റ് ചെയ്യേണ്ടത് ഇങ്ങനെ പടം വരച്ചിട്ട് ഇവിടെ നോക്കിയോ, ഇവിടെ ഇപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? നെഗറ്റീവിന് പോസിറ്റീവിലേക്ക്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും എങ്ങോട്ട് തന്നെ? പോസിറ്റീവിന് നെഗറ്റീവിലേക്ക്. രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ തീറ്റ ഇവിടെ 0. അപ്പൊ തീറ്റ 0 വരുമ്പോൾ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാന്നുള്ള കാര്യം എഴുതി വെച്ചേക്കുക. അപ്പം ഞാനിത് ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കണമെന്നൊന്നും, ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വരച്ചതാണ്. ഇങ്ങനെ വരയ്ക്കണമെന്നൊന്നുമില്ല. എങ്ങനെയാ വരയ്ക്കേണ്ട കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലുതായിട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് വരെ ഇങ്ങനെ വരയ്ക്കുക. എന്താ, ഒരു പ്ലസ് ക്യൂ ഒരു മൈനസ് ക്യൂ ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ തിരിച്ചാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്തത്. ഒരു മൈനസ് ക്യൂ ഒരു പ്ലസ് ക്യൂ ഇവിടെ കൊടുക്കുക. അപ്പം അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും കണ്ടോ, ഇങ്ങോട്ടേക്ക് തന്നെ കൊടുക്കുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കുമ്പോൾ ടോർക്ക് ടോ ഈസിക്കൽ എന്താ? പി ഇ സൈൻ തീറ്റയാണ്. അപ്പോൾ തീറ്റ 0 ആണ്. ടോർക്ക് ടോ ഈസിക്കൽ ടു പി ഇ സൈൻ 0 എന്ന് വരുന്നു. സൈൻ 0 ആണ്. ടോർക്ക് ടോ ഈസിക്കൽ എന്താ? 0. സെറ്റാണോ? ഒന്നെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. രണ്ടും വരച്ചു വെച്ചോ, മനസ്സിലാകട്ടെ. ഓക്കെ, ഡേബ്രിയ മനസ്സിലായോ? ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം. Abel, did you get it? Yes, sir. Okay. And what about Debria? ഒന്ന് പറഞ്ഞേ. So, can you explain the first diagram? Both diagram are same. I just draw it in different way. What is minus q and plus q? Like the green part. Green part, it's dipole. I have placed a dipole in uniform electric field.
അതായത് നോക്കിക്കോളൂ, ഞാൻ ഒന്നുകൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യാണ്. പ്ലസ് ക്യൂ മൈനസ് ക്യൂ, സോറി ഞാൻ ബ്ലാക്ക് വെച്ച് ഓപ്ഷൻ ചെയ്യാം. പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ. ഇറ്റ് ഈസ് നോട്ട് ഡൈപോൾ, ഇറ്റ് ഈസ് ജസ്റ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും. ആണോ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് നെഗറ്റീവിലോട്ടാണ്. ആണോ ഡെബ്രിയ? Yes, sir. This is uniform electric field, and inside uniform electric field I consider a dipole. അപ്പം ഞാനൊരു ഡൈപോൾ കൺസിഡർ ചെയ്യാണ്. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ഈ ഡൈപോളിൻ്റെ നെഗറ്റീവ് പാർട്ട് ഇവിടെയും പോസിറ്റീവ് പാർട്ട് ഇവിടെയും ആയിരിക്കണം. അതായത് ഞാൻ തന്നെ ഇങ്ങനെ ആയിരിക്കും. നെഗറ്റീവ് പാർട്ട് കണ്ടോ, നെഗറ്റീവ് പാർട്ട് പോസിറ്റീവ് പാർട്ട്. അപ്പം ദിസ് വിൽ അട്രാക്ട് ആൻഡ് ദിസ് വിൽ അട്രാക്ട് ആൻഡ് ഇറ്റ് വിൽ സ്റ്റേ ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, സ്റ്റേബിൾ. ഓക്കെ, ഇനിയും അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇഫ് വി കൺസിഡർ എ ഡൈപോൾ ഇറ്റ് വിൽ ഹാവ് എ ഡൈപോൾ മൊമെന്റ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പം ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടാണ്, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടാണ്. അങ്ങനെയാണ് രണ്ടും ഒരേ ഡയറക്ഷനിലാകുമ്പോൾ തീറ്റ 0. അങ്ങനെ തീറ്റ 0 ആവുകയാണെങ്കിൽ എന്താണ് നമുക്ക് എന്താണെന്ന് എടുക്കാം? ടോർക്ക് കണ്ടുപിടിക്കാം. ടോർക്ക് ടോ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ, വേർ തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ഇ. അപ്പോൾ ടോർക്ക് ടോ ഈക്വൽ ടു പി ഇ സൈൻ 0 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ടോ ഈക്വൽ ടു 0 എന്ന് വരുന്നു. കഴിഞ്ഞു. ഇനി അടുത്തത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇതിനെ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ വരച്ചാൽ മതി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ജസ്റ്റ് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഒരു നെഗറ്റീവ് ക്യൂ പോസിറ്റീവ് ക്യൂ ഡൈപോൾ താഴെ ഇങ്ങനെ വരച്ച് കാണിക്കുക. 2a ലെങ്ത് അതൊക്കെ എഴുതണം കേട്ടോ, അത് ഇവിടെ എഴുതണം കേട്ടോ. ഡൈപോൾ ലെങ്ത് 2a ലെങ്ത്. ഇത് ഡൈപോൾ അല്ല. ഡെബ്രിയയ്ക്ക് മനസ്സിലായി. ഡെബ്രിയയ്ക്ക് കൺഫ്യൂഷൻ ആവാൻ കാരണം ഞാൻ അവിടെയും പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഇട്ട് വെച്ചോണ്ടാണോ? അത് എന്താണെന്നറിയോ, നമ്മൾ അങ്ങനെയല്ലേ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് പഠിച്ചത്? നമ്മൾ പഠിപ്പിച്ച സമയത്ത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിപ്പിച്ച അങ്ങനെയല്ലേ? നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം പിന്നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്താലും മതി ഇലക്ട്രിക് ഫീൽഡിനെ. ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡിനെ ഇങ്ങനെ ഈ ആരോ വെച്ചിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടം വരയ്ക്കുന്ന സമയത്ത് ഈ പടമാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ ഡൈപോളിൻ്റെ എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ ആരോടെ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അതിൻ്റെ ഡയറക്ഷൻ അങ്ങനെയാണ്. എന്നിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേബിളായി. ഇനി അൺസ്റ്റേബിളിൻ്റെ കേസ് വരുവാണെങ്കിൽ ഒന്ന് നോക്കിയേ. അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുകയാണ്. അതെന്താ? പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ. ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം നെഗറ്റീവ് ക്യൂ പോസിറ്റീവ് ക്യൂ ടു നെഗറ്റീവ് ക്യൂ. അപ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ഇതെല്ലാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അൺസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഇരിക്കണമെങ്കിൽ റിപ്പൾഷൻ സംഭവിക്കണം. അപ്പോൾ ഡൈപോളിനെ എങ്ങനെ വെക്കണം? ഡൈപോളിനെ തിരിച്ചു വെക്കണം. ഇവിടെ പോസിറ്റീവ് ക്യൂ, ഇവിടെ നെഗറ്റീവ് ക്യൂ, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. ഇങ്ങനെ ഡൈപോൾ വെച്ച് നോക്കി, ഇത് രണ്ട് റിപ്പൽ ചെയ്യും, ഇത് രണ്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ അൺസ്റ്റേബിൾ പൊസിഷനിലായിരിക്കും, ഇങ്ങനെ റിപ്പൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് സ്റ്റേബിൾ അല്ല, ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടുത്തെ കേസിൽ നോക്കി, അവിടുത്തെ കേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോവാം. വേറെ രീതി വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങനെ വരയ്ക്കാം. അതേപോലെ തന്നെ ഡൈപോൾ അത് നെഗറ്റീവ് ക്യൂ പോസിറ്റീവ് ക്യൂ നെഗറ്റീവ് ക്യൂ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇത് 2a ആണ്. പിയുടെ ഡയറക്ഷൻ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം തീറ്റ എന്താ? തീറ്റ ഇവിടെ 180 ആണ്. എന്നിട്ട് ടോർക്ക് കണ്ടുപിടിക്കാം. ടോർക്ക് ടോ ഈക്വൽ എന്താ? പി ഇ സൈൻ 180 ആണ്. സൈൻ 180 എന്ന് പറയുമ്പോൾ -1 ആണ്. അപ്പം ടോർക്ക് ടോ ഈക്വൽ ടു പി ഇ ഇൻറ്റു എന്താണ്? സൈൻ 180 എന്ന് പറയുന്നത്, സോറി സൈൻ 180 അല്ല, കോസ് 180 ആണ്. നെഗറ്റീവ് സൈൻ 180 ഈസ് ഓൾസോ 0 ആണ്. അപ്പോൾ എന്താ? ടോർക്ക് ടോ ഈക്വൽ ടു 0. ഓക്കെ, ഫൈൻ, മനസ്സിലായോ?
ക്ലിയർ ആണോ? കത്തിയ സംഭവം ഓക്കെ ആണോ കുഞ്ഞോളെ? ഏബൽ, Yes, sir. ഡെബ്രി ഓക്കെ ആണോ? ഏഞ്ചലീന? Yes, sir. യെസ് സർ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ തരാം, അത് തന്നെ ഒന്ന് ചെയ്യണേ. ഞാനത് പറഞ്ഞു തരത്തില്ല, അടുത്ത ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കട്ടെ, ഒരു രണ്ട് ക്വസ്റ്റ്യൻ തരാം. ഒരു ജനറൽ ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ തന്നെ ചെയ്തിട്ട് എനിക്ക് അയച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ എഴുതി ഞാൻ എടുത്തു. What is the electric flux through a cube of side 1 centimeter which encloses an electric dipole. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണത്. എ പോയിന്റ് ഇത് രണ്ടെണ്ണം അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പോയിന്റ് ചാർജ് നിങ്ങൾ ട്രൈ ചെയ്ത്, നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പോയിന്റ് ചാർജ് Q ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് d/2 directly above the center of a square of side D as shown in the figure. Use Gauss's law to obtain the expression for the electric flux through the square. ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തരുന്നില്ല, തൽക്കാലം ഇതങ്ങ് ചെയ്തേരും. പടം തന്നെ ഇങ്ങനെയാണ്. So what is that word after obtain the expression exp expression. ഞാനെല്ലാം ഈ ഷോർട്ട് ഫോം ആണ് എഴുതുന്നത്, കാരണം എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമേ.